ഞങ്ങളെ പരിശുദ്ധ ഇസ്ലാം ഞങ്ങാക്കിക്കൊണ്ടുള്ള തപ്പു തെരിയാണ്ടാക്കിടതെല്ലാവരും തിരിഞ്ഞിട്ടാക്കിക്കൊണ്ടുള്ളത്. ഞങ്ങളിൽ വന്നു പോണ്ട തപ്പു തിരിഞ്ഞിട്ട് പണ്ടത് യാറത്തതും നിസ്കരിക്കാൻ ടിക്കടത് അവണ് നിസ്കരിക്കുക തെരിയാണ്ടല്ല, അത് ഫർള് ചെന്നൊരു ഗൊന്തില്ലാണ്ടുമല്ല. നിസ്കരിച്ചില്ലെങ്കിൽ പടച്ചറബ് നരകത്ത് കിടുക ചെന്നൊരു ഗൊന്തില്ലാത്ത പാലക്കാർ ഞങ്ങളെ റായത്തിന് ആറുള്ളറുണ്ട് ചെന്ന് നോക്കറു, നിങ്ങൾ കേട്ട് നോക്കറു. ബഡ്ഡി വ്യവഹാരം ആക്കിട ആളുമാറുള്ളർ ഞങ്ങളെ കൂട്ടത്തില് നിസ്കരിക്കു പള്ളിക്കും പണ്ടറ് പോയിട്ട് ബഡ്ഡിയുടെ വ്യവഹാരം ആക്കിടാറ്. അവണിത് ഹറാമിട്ട് ഗൊന്തില്ലാണ്ടാക്കിടതല്ലത്. കക്കട ആളുമാറുള്ളറ് കക്കുക ഹറാമിട്ട് ഗൊന്തില്ലാണ്ട് കക്കിടതല്ലത്. ചീട്ട് കളിക്കട ആളുമാറുള്ളർ, എസ്പിട്ട് പോലത്തെ ജുഗാരി കളിക്കട ആളുമാറുള്ളറ്. അതുകൊണ്ട് തെരിയാണ്ടാക്കിക്കൊണ്ടുള്ളതല്ല. അവർക്ക് ചന്ത തെരിയത് ഹറാമായിട്ട് കിട്. ഇത് ഇസ്ലാം മുസ്ലിം ഉമ്മത്തുക്ക് ചെന്ന സൊറല്ലാണ്ട് തെരിഞ്ഞിട്ടാക്കിട സൊറതല്ലോ. ಇಂಡ್ ಪ್ರತಿಯೊರು ಮನುಷ್ಯಗೂ ಜಂಡು ಮುಗ. ಇಂಡಿ ಹೆಚ್ಚಿನ ಸಾಲುಮಾರ್ಗ ಜಂಡು ಮುಗ. ഏത് മുഖ? അത് എല്ലാവർക്കും ഉണ്ടാ ജണ്ട് മുഖ. ഒരു മുഖ ഇതുപോലെ നല്ല ബെൽത്തെ ഡ്രസ്സും ബെൽത്തെ മുണ്ടും നല്ല പാൻറ്റും നല്ല ഷർട്ടും ടൊപ്പിയും ടവളും പക്കടിയും എല്ലാം കെട്ടിട്ട് പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന സന്ദർഭത്തില് പള്ളിയിൽ പോയിട്ട് നിസ്കരിച്ചോണ്ടും ജുമാഅത്തേക്ക് പള്ളിയിൽ പോയിട്ട് സൂറത്തുൽ കഹ്ഫ് ഓതിയോണ്ടും അതേപോലെ വെള്ളിയാസറിന്റെ ജുമാഅത്തേക്ക് വേഗ പള്ളിക്ക് പോയിട്ട് ദുആരുന്നോണ്ടും അതേപോലെ റമളാനിൽ തറാവി നിസ്കാരത്തിൽ 30 നാളും തറാവി നിസ്കാരത്തേക്ക് പള്ളിക്ക് ജമാഅത്തേക്ക് എത്തിയോണ്ടും ബാങ്കാമ്പത്തേക്ക് പള്ളിക്ക് പോയോണ്ടും ഏത്തികാഫിടെ നിയത്തും വെച്ചിട്ട് ഖുർആൻ ഓതിയോണ്ടും സ്വതക്ക കൊടുത്തോണ്ടും സകാത്തും കൊടുത്തോണ്ട് ഇവിടെ സുന്ദരമായ നല്ല മുഖ. ഹജ്ജിക്കും പോണ്ടെ ഉംറത്തേക്ക് പോണ്ടെ പോലത്തെ സുന്ദരമായ നല്ല മുഖ. അല്ല ആളുമാരെ കാണുമ്പോൾ നല്ല പിരിസത്തിൽ ബഹുമാനിക്കുന്ന നല്ല മുഖ. പാവത്തങ്ങളെ കാണുമ്പോൾ എന്തെങ്കിലും പയത്രഹാലുക്ക് വേണ്ടിട്ട് വജീന കൊടുക്കുന്ന നല്ല മുഖ. ഒരു മുഖ അങ്ങനത്തേത്. അതേ മനുഷ്യരുടെ ഇന്നൊരു മുഖമുണ്ട്. ആ മുഖ ഏതിന്റെ തെരിയണ? ആ ഒരേപോലെ ഇല്ല മുഖ. പിന്നൊരു മുഖ ഏത്? പള്ളിയിൽ പോയിട്ട് ഏത് മനുഷ്യ പടച്ച തമ്പുരാനക്ക് സുജൂദിടണ. സുജൂദിന്റെ സന്ദർഭത്തിൽ ഒരു മനുഷ്യയുടെ മുഖം ശരീരത്തെ സംബന്ധിച്ചോടത്തോളം അത്യധിക ബഹുമാന ഇന്നത്, അത്യധിക മനുഷ്യ ജാഗ്രത ആക്കണത്, അത്യധിക മനുഷ്യ കെയർഫുൾ ആക്കണത് ഒരു അംഗമുണ്ട് മനുഷ്യരുടെ ശരീരത്തിലുണ്ട് മുഖ ചെല്ലത്. ആ മുഖത്തെ പടച്ച തമ്പുരാന്റെ പള്ളിയിൽ പോയിട്ട് സുജൂദിട്ട ആ മുഖത്തില് അതിലായിട്ട് മനുഷ്യരുടെ പവിത്രമായ അംഗമുള്ളത്, മനുഷ്യരുടെ കണ്ണുള്ളത്, മനുഷ്യരുടെ നാവുള്ളത്, മനുഷ്യരുടെ അതേപോലെ കാതുള്ളത്, മനുഷ്യരുടെ ശ്വാസോച്ഛ പണ്ട് പോലോത്തെ മനുഷ്യരുടെ മൂക്കുള്ളത്. ഇതെല്ലാം ഉണ്ടായിട്ട് പവിത്രമായ മുഖത്തെ പടച്ച തമ്പുരാന്റെ പള്ളിയിൽ സുജൂദിട്ടിട്ട് സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ധാരാളം തസ്ബീഹ് ചെന്നിട്ട് തഹ്ലീൽ ചെന്നിട്ട് ദുആരക്കട മനുഷ്യ തിരുസത്ത് മുസ്ലിമേ ഏത് കണ്ണുകൊണ്ടിട്ട് പടച്ച തമ്പുരാന്റെ പരിശുദ്ധ ഖുർആൻ ഓതിയണ. അതേ കണ്ണുകൊണ്ടിട്ട് പടച്ചവന്റെ പള്ളിയുടെ പരുത്തിൽ ഞവർക്ക് യൂട്യൂബിലും വാട്സപ്പിലും ഫേസ്ബുക്കിലും അല്ലാഹു പൊരുത്തപ്പെടാത്ത ഹറാമിയത്ത് നോക്കൂടാ. പരുത്തിരിഞ്ഞൽ പിന്നെ അല്ലാഹു പൊരുത്തപ്പെടാത്ത ഹറാമിയത്ത് അതേ നല്ല കണ്ണ് കൊണ്ടിട്ട് അവണ് കണ്ടിട്ട് ആ കന്നഡ മലിനപ്പെടുത്തറ. അതേപോലെ പള്ളിക്ക് പോയപ്പോ ഏത് കാതുകൊണ്ടിട്ട് പരിശുദ്ധ ഖുർആൻ കേക്കിടണ. ഏത് കാതുകൊണ്ടിട്ട് പരിശുദ്ധമാകപ്പെട്ട ഉസ്താദുമാർ ചിലരുടെ വാഴ് കേക്കിടണ. ഏത് കാതുകൊണ്ടിട്ട് ഏത് ദിക്റും തസ്ബീഹും സ്വലാത്തും കേക്കിടണ. ആ സുന്ദരമായ കാതുകൊണ്ടിട്ട് പള്ളിയുടെ പരുത്തിയിലോടുകൂടെ ആറാറ് കുറുഫാത്തും ഗീബത്തും നമീമത്തും ഫിത്നയും ഫസാദും കളവും എല്ലാം അതേ കാതുകു നിറച്ചു വിടവണു. ഏത് നാവ് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധ ഖുർആൻ ഓതിയണ. ഏത് നാവ് കൊണ്ട് ദിക്ർ ചെന്നണ, തസ്ബീഹ് ചെന്നണ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിരവട്ട ചെന്നണ. ഏത് നാവ് കൊണ്ടിട്ട് അസ്തഗ്ഫിറുല്ലാഹൽ അലീം ചെന്നണ. അതേ നാവ് കൊണ്ടിട്ട് പരുത്തിൽഞ്ഞ ബറുത്തുകതാ. ഏതെങ്കിലും ഒരു കുറുഫാത്ത് കട്ട കിട്ടിയെങ്കുമൈ, ഏതെങ്കിലും ഒരു കൂടങ്ക സൈഡ് കിട്ടിയെങ്കുമൈ, ഏതെങ്കിലും ഒരു പൊളിഞ്ഞ രക്ഷ കിട്ടിയെങ്കുമൈ കിട്ടിയോട് കിട്ടിട്ട് ജണ്ടാള് കിട്ടിയ ബറുത്ത് തുടങ്ങടവണ്ട നാവ് ബറുത്തിടക്ക് വേണായിട്ട് ആറാറ് എണ്ണിട്ടങ്ങളെ നോച്ചാക്കി അങ്ങളെ നക്കിട്ട് ചോര സമയത്ത് കുടിക്കട പോലത്തെ പരിസ്ഥിതി. അള്ളാഹു പൊരുത്തപ്പെടുത്തപ്പെട്ടത് അള്ളാഹു ഇഷ്ടപ്പെട്ട നല്ല സ്വറാക്കി അതേ നാവ് കൊണ്ടിട്ട് അള്ളാഹു പൊരുത്തപ്പെടാത്ത അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഹറാമിയത്ത് അതേ നാവ് കൊണ്ട് വളക്ക പറഞ്ഞ. ഏത് നാവ് കൊണ്ടിട്ട് അള്ളാഹു ഹലാലാക്കിയത് തിന്നണ, അതേ നാവ് കൊണ്ട് അള്ളാഹു ഹറാമാക്കിയത് ബഡ്ഡിടുതും കട്ടതും വഞ്ചനാക്കിയതും കളവ് ചെന്നിട്ടും ഉണ്ടാക്കിയത് അതവണ് തിന്നട. ഏത് അള്ളാഹു പൊരുത്തപ്പെട്ട ഹലാലായ സമ്പത്ത് കൊണ്ട് പെഞ്ഞൈ മക്കളെ ബൽത്തിയണ, അതേ പെഞ്ഞൈ മക്കളതാ കട്ടകാസലും അതേപോലെ ബഡ്ഡിടുതും അതേപോലെ അന്യ വ്യവഹാരത്തിൽ പടച്ച തമ്പുരാന് പൊരുത്തപ്പെടാത്ത വ്യവഹാരത്തിൽ ഉണ്ടാക്കിയ കാസ് കൊണ്ട് പെഞ്ഞൈ മക്കളെ ബൽത്തിറ.
ഇതെല്ലാം മനുഷ്യരെ പ്രതിയൊന്നും ഏത് നല്ല സ്വറത്തേക്ക് ഏത് കാളുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പള്ളിക്ക് നടന്നാളാ, ഏത് കാളുകൊണ്ട് ഹജ്ജും ഉംറയുടെ സന്ദർഭത്തിൽ സഅയും സഫാ മർവ മുസ്ദലിഫലെല്ലാം പോയിട്ട് നടന്നണ ദച്ചണ ദ്വാരം നണ അതേ കാളുകൊണ്ട് അല്ലാഹു ഹറാമാക്കി പൊരുത്തപ്പെടാത്തത് കമണു നടക്കടാ. ഏത് കൈ കൊണ്ടിട്ട് അല്ലാഹു പൊരുത്തപ്പെട്ട സകാത്തും സദഖയും കൊടുത്തടാ, അതേ കൈ കൊണ്ട് അല്ലാഹു പൊരുത്തപ്പെടാത്ത ബഡ്ഡി കൊടുത്ത ബഡ്ഡി എടുത്ത ബഡ്ഡിയുടെ വ്യവഹാരാക്കിയ വഞ്ചനക്ക് വേണ്ടി സഹായാക്കിയ അല്ലാഹു പൊരുത്തപ്പെടാത്ത ഇന്ന കളിക്കും ക്ലബ്ബുക്കും ഇന്നതുക്കുമല്ല അതേ കൈക്കൊണ്ടവന് സഹായാക്കടാ സഹകാരാക്കടാ. ഈ രൂപത്തിൽ മനുഷ്യ പണ്ട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലത്തിൽ ഇന്ന് സ്വഹാബത്തിന്റെ കാലത്തിൽ ഇന്ന് താബിയുടെ കാലത്തിൽ ഇന്ന് താബിയങ്ങൾ അതുപോലത്തെ ആലിമ്യങ്ങൾ സ്വാലിഹ്യങ്ങൾ സാധാരണക്കാരായ പണ്ടത്തെ ആളുമാർ അങ്ങ് നല്ലത് കണ്ടോണ്ടുള്ള കണ്ണുകൊണ്ട് കണ്ണങ്ങ കണ്ണ് കൊണ്ട് ഹറാമു നോക്കില്ല. അങ്ങ് ഏത് കാതുകൊണ്ടിട്ട് അല്ലാഹു പൊരുത്തപ്പെട്ട ഹലാലും അതേപോലെ സുന്നത്തും ഫർളുമായത് ഞങ്ങളെ കാതുകൊണ്ട് കേട്ടറാ. ആ കാതുകൊണ്ടിട്ട് ഹറാമു കേൾക്കുക ആസ്പദ കൊടുത്തില്ല. ഏത് നാവ് കൊണ്ട് പടച്ച തമ്പുരാന് പൊരുത്തപ്പെട്ട നല്ലത് പടക്ക പറഞ്ഞത് നല്ല സൊറാക്കിയർ അതേ നാവ് കൊണ്ട് പടച്ച തമ്പുരാന് പൊരുത്തപ്പെടാത്ത ഹറാമിയത്ത് ഞങ്ങളെ നാവ് കൊണ്ട് ഉപയോഗാക്കില്ല. മനുഷ്യരെ അല്ലാഹു പൊരുത്തപ്പെട്ട രൂപത്തിൽ സമ്പാദന ആക്കിയ ആളുമാർ ഹറാമായ അല്ലാഹു പൊരുത്തപ്പെടാത്തത് സമ്പാദനയാക്കില്ല. ഹറാമുടെയും ഹലാലുടെയും അങ്ങ് വേറെ വേറാക്കിയറ് നല്ലത് മാത്രം എടുത്തറ്. ഏതൊരു സൊറാക്കട്ടത് അല്ലാഹു പൊരുത്തപ്പെട്ടതാ അല്ലേ ചെന്ന് ഫസ്റ്റ് നോക്കിയറ്. ഒരു ജാഗക്ക് പോണ്ട സന്ദർഭത്തിൽ ഇത് നാണ് പോയെങ്കിൽ അല്ലാഹു ഇതൊക്കെ നക്ക് കൂലി തരുവണ, അല്ലാഹു നന്റെ ഈ പോക്ക് ഇഷ്ടപ്പെടുവണ, അതല്ല അല്ലാഹു നന്റെ ഷാപ്പ് ഉപയോഗിക്കുവണ ചന്ദ്രങ്ങ ഫസ്റ്റ് നോക്കൂടാറ്. അത് നോക്കിയാൽ പിന്നെ പറത്താവർ എന്തെങ്കിലും വിഷയത്തിൽ കൈയിട്ട സന്ദർഭത്തിൽ ബാണ്യ വ്യവഹാരാവട്ടു കൊടുക്കുന്നതാവട്ടു എടുക്കുന്നതാവട്ടു ഫസ്റ്റ് കങ്ങ് അതിൽ തൊട്ടക്കാണ് മുന്നൊളിത് അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെട്ടതാ അല്ലേണ്ട് നോക്കുവാറ്. അത് നക്ക് ഹലാലായതാ അല്ലേണ്ട് നോക്കുവാറ്. അത് ഹലാലായത് കണ്ടെങ്ക മാത്രം അത് കൈയിടുവാറ്, അല്ലാത്ത കങ്ങ കൈയിട ക്രമയില്ല. പ്രതി ഒരു വസ്തുവും പ്രതി ഒരു ബിസിയും തിന്നിട സന്ദർഭത്തിലെ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെട്ടതാ അല്ലേ ചെന്ന് നോക്കാണ്ടങ്ങ തിന്നിട ക്രമയില്ല. ബഹുമാനപ്പെട്ട സമസ്തത്തെ ഉന്നത നേതാവായിട്ട് ബഹുമാനപ്പെട്ട ശൈഖുനാ റഈസുൽ മുഹഖ്ഖിഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ആരെങ്കിലും എന്തെങ്കിലും കാശ് കൊടുക്കണമെങ്കിൽ എന്തെങ്കിലും ഐറ്റംസ് കൊടുക്കണമെങ്കിൽ അത് എവിടത് നിന്റെ ബാണിയന്ത്രേ നിന്റെ കച്ചവടന്ത്രേ എവിടെ നിനക്ക് കാശ് കിട്ടിയത് ചെന്നിട്ട് തനിക്ക് ആക്കാട്ട് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് എടുത്തുള്ള ക്രമയില്ല. മനുഷ്യരെ കണ്ണിയത്ത് ഉസ്താദ് ഔത്തുക്ക് സാധാരണ പണ്ട് ഒരു ഹാജിയാറത പറമ്പത്തുക്ക് പന്താരയും ചായത്തെ പൊടിയും എടുത്തോണ്ട് പണ്ട് കണ്ണിയത്ത് ഉസ്താദിനെ കാണുക പണ്ട സന്ദർഭത്തിൽ എന്തെങ്കിലും കൊമ്പോകാ ചെന്ന് നിങ്ങൾ കാണില്ല. സാധാരണ ആലിമ്യങ്ങളെ കാണുക പോണ്ട സന്ദർഭത്തില് ബഹുമാനപ്പെട്ട തങ്ങന്മാരെ കാണുക പോണ്ട സന്ദർഭത്തിൽ എന്തെങ്കിലും ഒരു ഗതിയായിട്ടും ഒരു ഗിഫ്റ്റായിട്ട് കൊമ്പോണ്ട ക്രമം ഇന്നത് പോലെ കണ്ണിയത്ത് ഉസ്താദിനെ കാണുക പണ്ട ഒരു ഹാജിയാറതാ ചായത്തെ പൊടിയും പന്തരയും കൊമ്പന്നിട്ട് അങ്ങനെ പളക്ക പറഞ്ഞ് തിരിച്ചു പോണ്ട സന്ദർഭത്തിൽ കയ്യിൽ നിന്ന് പന്തരടിയും ചായത്തെ പൊടിയും കെട്ടിടങ്ങനെ കണ്ണിയത്ത് ഉസ്താദിനെ കയ്യിൽ കൊടുത്തപ്പോ ആ ഉസ്താദ് കേക്കിടി ഔട്ര വന്നത് നിന്റെ ബാണിയന്ത്രേ നിന്റെ കച്ചവടന്ത്രേ നിന്റെ ആദായത്തെ തെറുയന്ത്രേ ചെന്നിട്ടല്ല കേട്ടൽ പിന്നെ ആ മനുഷ്യടെ കാസ് ഹലാലായത് ചെന്ന ഗുന്തായിൽ പിന്നെ ഈ പന്തര എന്ത് കീണ്ട് കേട്ടപ്പോ ഹാജിയാറ് ചെല്ലുസ്താരേ നിങ്ങളൊത്തുക സാധാരണ ആളുമാർ വന്നോണ്ട് പോയോണ്ടിക്കിടറ് നിങ്ങളെ കാണുക പണ്ടറ് ദ്വാര പാട്ടുക പണ്ടറ് നിങ്ങളിൽ മസാല കേക്കുക പണ്ടറ് ദീന പഠിക്കുക പണ്ടറ് കാര്യക്രമത്തിക്ക് വിളിക്കുക പണ്ടറ് അങ്ങനെയുള്ള പണ്ട ആളുമാർ വന്നോണ്ട് പോയോണ്ടിക്കിടറല്ലേ ഞങ്ങൾക്കൊരു ചായയാക്കി കൊടുക്കുക വേണമായിട്ട് തന്നത് ഉസ്താദേ ചെന്നിട്ട് കണ്ണീത്ത് ഉസ്താദിന്റെ കയ്യിൽ കൊടുത്ത ഹാജിയാറ് ചെന്നിട്ട് പോയപ്പോ പെഞ്ഞിയുടെ ഉസ്താദ് വിളിക്കിട്ട് പെണ്ണെ ഇവിടെ വാ ചെന്നിട്ട് വിളിച്ചിലെടുത്ത് ഇത് പന്തരയും ചായത്തെ പൊടിയുമായിട്ടിക്കിടത് ഒരു ഹാജിയാറ് തന്നത് ഇത് നക്കും നിക്കും ഉള്ളതല്ല, ഇത് നക്കും നിക്കും ഉള്ളതല്ല, ഇത് ബന്നെങ്ക് ചായ കൊടുക്കൂ ചെന്നിട്ട് തന്നത് അതുകൊണ്ട് പാത്രം ഒന്ന് വേറമേ ബയിക്കണോ, അതേപോലെ ഇത് ചായക്കട പാത്രം വേറെ ബയിക്കണോ, അതേപോലെ ഈ പന്തരയും ചായത്തെ പൊടിയും വേറെ ബയിക്കണോ. ഇതിൽ ഒരു കല്ല് പന്തര സമേത ഒരു കണ്ട ചായത്തെ പൊടി സമേത നന്റെയും നിന്റെയും ഭയത്തേക്ക് പോകുന്ന രണ്ടല്ലാഹു പൊരുത്തപ്പെടല. എന്തുകൊണ്ട് അയാള് ചെന്നത് ബന്നെങ്ക് പോ നിങ്ങൾ മുട്ടത് പണ്ട് സന്ദർശനത്തേക്ക് വന്നു കൊടുക്കുള്ളത് ചെന്നിട്ട്
ആലോചനാക്കിയളറു എത്ര സൂക്ഷ്മത്തെ നോക്കിയളറു അത് തീർവിടത്തോളം ആ പാത്രത്തിൽ കണ്ണിയത്ത് ഉസ്താദ് ചായ കിട്ടില്ല ആ ചായത്തെ പൊടിയും പന്തരയും തീർവിടത്തോളം കണ്ണിയത്ത് ഉസ്താദിൽ ഒരു ഗ്ലാസ് വെച്ച് തണ്ണി സമയത്ത് ആ പാത്രത്തിൽ ആക്കി കുടിച്ചിട്ടില്ല ഉറം സഭയത്തേക്ക് പോയെങ്കിൽ ചെന്ന് എന്തു സൂക്ഷ്മത്തെ നോക്കിയുള്ളൊരു മനുഷ്യരെ അലിമീങ്ങൾ ചെന്നെങ്കിൽ മനുഷ്യ ആചാര ചെന്ന് സ്വാഭാവിക ശൈലിയിൽ ചെല്ലതല്ലേ അല്ലെങ്കിൽ ഇത്രയുള്ള യാറ പന്തരയും ചായത്തെ പൊടിയും ചെമ്മ കൊമ്പന്ന് കൊടുക്കുമ്പോൾ വന്നോണ്ട് പോയി വേണ്ടിക്കിട എല്ലാവർക്കും ആയത്ത് ചെന്ന് കൊടുക്കണത് ആയെങ്കും ഔത്രങ്ങ കുടിക്കരുത് അള്ളാഹു പൊരുത്തപ്പെടാത്ത ഹറാമോ അല്ല ആയെങ്കും ആലിമീങ്ങളെ സൂക്ഷ്മത്തെ എങ്ങനെ അങ്ങനെ ഒരു കണ്ട വസ്തുക്കളെ ഭയത്തേക്ക് പോണ്ട കാണുന്നുള്ളൂ ഇത് നക്കുള്ളതാ അല്ലേ ചെന്ന് നോക്കിട്ട് സംശയമോ തൊണ്ടുകൊണ്ട് കണ്ടെങ്കിൽ ദൂര ബൈക്കാണ്ട് അങ്ങനെ ഉപയോഗയില്ല മനുഷ്യര് ഇത് ബഹുമാനപ്പെട്ട ശൈഖുന കണ്ണിയത്ത് ഉസ്താദിന്റെ ചരിത്രം കണ്ടെങ്കിൽ ആ കണ്ണിയത്ത് ഉസ്താദ് നട്ടുപൽത്തിയ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ കളുടെ മഹിതമായ സംഘടന ബഹുമാനപ്പെട്ട ശൈഖുന കണ്ണിയത്ത് ഉസ്താദിന്റെ ചരിത്രമൊക്കെ നിങ്ങൾ ധാരാളം കേട്ടിട്ടിക്കും ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമാ നവ്വറല്ലാഹു മർഖദ അതുപോലത്തെ ആലിമീങ്ങളെ ചരിത്രം ഒന്ന് പഠിച്ചു നോക്കൊരു മുസ്ലിമേ ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദിനെ പോലത്തെ ആലിമീങ്ങളെ ചരിത്രം ഒന്ന് പഠിച്ചു നോക്കൊരു മുസ്ലിമേ ബഹുമാനപ്പെട്ട കാജൂർ തങ്ങതമെന്ന് ഇവിടെ നടപ്പാക്കി പോയില്ലേ ആലിമീങ്ങളെ പിരിസബിക്കാണ്ട് ആലിമീങ്ങളെ പിമ്പറ്റാണ്ട് ആലിമീങ്ങളെ അനുസരണാക്കാണ്ട് നിങ്ങൾക്കൊരു ദീനില്ല നിങ്ങൾ നോക്കുള്ളൂ എന്റെ എതിൽ ചെറിയ വാല് കേൾക്കട നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ 5 വക്ത് നിസ്കാരം നിസ്കരിക്കടങ്ങ കഴിഞ്ഞ 30 നോമ്പ് പിടിച്ചങ്ങ ഹജ്ജിക്ക് പോയി എങ്ങനെ നിങ്ങളെ കൂട്ടത്തിലുള്ളറ് ഉംറത്തുക്ക് പോയി എങ്ങനെ നിങ്ങളെ കൂട്ടത്തിലുള്ളറ് ദിക്റും തസ്ബീഹും ചിലട ആള് മാറി നിങ്ങ ഉറങ്ങുമ്പത്തുക്കും എണിക്കുമ്പത്തുക്കും ദിക്റും തസ്ബീഹ് ചിലട ആള് മാറി നിങ്ങ അതേപോലെ കുളിക്കട ആള് മാറി ഒലുവാക്കട ആള് മാറി നിങ്ങ പരിശുദ്ധ ഖുർആൻ ഓതുന്ന ആള് മാറി നിങ്ങ ബിരിസത്ത മുസ്ലിമേ 5 വക്ത് നിസ്കരിക്കട സന്ദർഭത്തില് നിങ്ങൾ നിസ്കരിക്കട 5 വക്ത് നിസ്കാരം അതിൽ പൂണാറ് ഫറലുണ്ട് ആ നിസ്കാരത്ത് അതേപോലെ ഷറുത്തും അബാലും മയ്യാത്തും ഇങ്ങനെ കുറെ ഉണ്ടതൊക്കെ നിസ്കരിക്കട കാണാം ഒന്നൊരു ഉളുവെടുക്കട ക്രമമുണ്ട് അതുക്കും കുറെ നിബന്ധനമുണ്ട് എത്ര ആൾക്ക് അത് വായ്പാടമുണ്ട് നിങ്ങൾ ഒന്ന് ചൊല്ലറുവള ഈ ദച്ചിരിക്കട പ്രതിവർത്തകം ബേസറാള് മാറി കൂട്ടത്തിലുള്ളറ് പാലക്കാരി കൂട്ടത്തിലുള്ളറ് ബേസായ ഉമ്മ മാറി കൂട്ടത്തിലുള്ളറ് നിങ്ങൾക്ക് എത്ര ആളുകളുണ്ട് നിസ്കാരത്തെ പോനാള് ഫറല് എണ്ണകു എത്ര ആളുകളുണ്ട് നിസ്കാരത്തെ ഷറുത്ത് ഇന്നാലിന്നത് എണ്ണകു എത്ര ആളുകളുണ്ട് ഒലൂടെ ഷറുത്തും ഫറലും വായ്പാട്ട് ഇന്നാള് മാറി എത്ര ആളുകളുണ്ട് 80% ആളും മാർഗും ചിലപ്പോ അത് കണ്ടില്ല അതേപോലെ മദ്രസത്തിലും ഒക്കെ പഠിക്കണം മക്കൾക്ക് ചിലപ്പോ ഗുന്തിക്കും മനുഷ്യരെ നാണെന്നു ചൊല്ലട്ടാ നിസ്കാരത്തെ ഫറലിങ് നിങ്ങൾക്ക് വായ്പാട ബണ്ടില്ലെങ്കും ഒലൂടെ ഷറുത്തും ഫറലും വായ്പാട ബണ്ടില്ലെങ്കിൽ നിങ്ങൾ നിസ്കാര സ്വഹീ അല്ലാണ്ട് ചൊല്ലുക സാധ്യമേ ഇല്ല നിങ്ങൾ സ്വഹീഹായ നിസ്കാരമേ നിസ്കരിച്ചുകൊണ്ടുള്ളത് നിങ്ങൾ നോമ്പ് സ്വഹീഹായ രൂപത്തിലുള്ള നോമ്പേ ആയിട്ടുള്ളത് ഹജ്ജും ഉംറയും പടച്ചതമ്പുരാന് പൊരുത്തപ്പെട്ട സ്വഹീഹായതേ ആയിട്ടുള്ളത് എന്തുകൊണ്ടുകൊണ്ട് തിരിയണ ആരും നിങ്ങൾ ഖുർആൻ പഠിച്ചിട്ട് നിസ്കരിക്കരുതല്ല ആരും ഹദീസ് പഠിച്ചിട്ട് നിസ്കാരത്തെ ഫർള് പഠിച്ചിട്ട് നിസ്കരിക്കരുതല്ല ആരും ബുഖാരി മുസ്ലിം ഇതുപോലത്തെ ഹദീസ് എന്തെല്ല ബായ്പാട്ടാക്കിട്ടല്ല നിങ്ങൾ കുളിക്കരുതും ഒലുവാക്കരുതും ബദലക അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിലട് സല്ലൂ കമാ റഅയ്തുമുനി ഉസല്ലി നിങ്ങൾ അള്ളാഹുടെ പരിശുദ്ധ ഖുർആനെല്ലാം ഓതിട്ട് സ്റ്റഡിയാക്കിട്ട് ബായ്പാട്ടാക്കിട്ട് നിസ്കരിക്കുറുണ്ടല്ലോ അള്ളാന്റെ റസൂല് ചെന്നത് അതേപോലെ നന്റെ ഹദീസ് എല്ലാം ബായ്പാട്ടാക്കി വെച്ചിട്ട് അതിൽ ഓതിട്ട് പഠിച്ചിട്ട് നിങ്ങൾ നിസ്കരിക്കുണ്ടല്ലോ പുണ്യ ഹബീബ് ചെന്നത് ബദലക സല്ലൂ നിങ്ങൾ ഇബാദത്ത് എടുക്കൊരു മുസ്ലിമേ കമാ റഅയ്തും മുസല്ലി നാണ് നിസ്കരിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ നന്റെ പിറകിൽ നിസ്കരിക്കറോ നാണിങ്ങനെ റുക്കുവാക്കി നിങ്ങൾ അങ്ങനെ മേ റുക്കുവാക്കറോ നാണ് സുജൂദ് എങ്ങനെ ആക്കടെ നിങ്ങൾ അങ്ങനെ മേ സുജൂദാക്കറോ നാണിങ്ങനെ ഒലുവെടുക്കടെ നിങ്ങൾ അങ്ങനെ മേ ഒലുവെടുക്കറോ നാണി അങ്ങനെ ഹജ്ജും ഉംറയും ആക്കടെ അതേപോലെ നിങ്ങൾ ആക്കറോ ഖുർആൻ നാണിങ്ങനെ ഓതി തന്നെ അതേ രൂപത്തിൽ നിങ്ങൾ ഓതറോ അങ്ങനെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇബാദത്തിന്റെ ശൈലി പരിശുദ്ധ സ്വഹാബത്ത് കണ്ടു തിരിഞ്ഞറ് ആ ഇബാദത്ത് ബഹുമാനപ്പെട്ട സ്വഹാബത്ത്
സ്വഹാബത്രങ്ങൾ എന്നിട്ട് താബിയടങ്ങ കണ്ടറ്, താബിടങ്ങളെ കണ്ടറ്. ബഹുമാനപ്പെട്ട സ്വഹാബത്രങ്ങ ബുഖാരി നോക്കിയിട്ടില്ല, ബുഖാരി ഉണ്ടില്ല. മുസ്ലിം നോക്കിയിട്ടില്ല, ഉണ്ട് മുസ്ലിമും അണ്ടത്തെ കാലത്തിലില്ല. അബൂദാവൂദും തുർമുദിയും നസായും ബൈഹഖിയും ഏത് ഹദീസ് കിതാബും അണ്ടത്തെ കാലത്തിലില്ല, സ്വഹാബത്രങ്ങളെ കാലത്തിലില്ല. അതേപോലെ ഏത് തഫ്സീറും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലത്തിലാ, സ്വഹാബത്രങ്ങളെ കാലത്തിലായില്ല. അങ്ങ് പരിപൂർണമായിട്ടുള്ള മുസ്ലിമായത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടിട്ട് തെരിഞ്ഞിട്ടായിട്ട് കിടങ്ങ ഇസ്ലാമിയുടെ ഫോളപ്പാക്കിയത് മനുഷ്യര്. അത് കണ്ട് പിന്നെ വന്ന താബിയടങ്ങ, പിന്നെ വന്ന താബിയടങ്ങ. നങ്ങ മുസ്ലിമേ നിങ്ങ ഇണ്ട് നിസ്കരിച്ചോണ്ടുള്ളത്, നിന്റെ എതിരിലിനെ ബഹുമാനപ്പെട്ട ഖതീബ് ഉസ്താദ് നിസ്കരിച്ചത് പോലെ നിങ്ങൾ നോമ്പ് പിടിച്ചത്, നിങ്ങളെ മുന്നത്തെ ഉസ്താദന്മാർ നിങ്ങളെ ഉമ്മ ബാപ്പ നോമ്പ് പിടിച്ചത് പോലെ, അതേപോലെ നിങ്ങൾ ഖുർആൻ ബോധറായത്തെ ഖതീബ് ഉസ്താദ് സദർ ഉസ്താദന്മാർ പഠിപ്പാട്ടി രൂപത്തില് ചെന്നോണ്ടുള്ളത് മനുഷ്യരെ. നിങ്ങൾ നിസ്കാരവും നിങ്ങളെ ഹജ്ജും നിങ്ങളെ നോമ്പും നിങ്ങളെ സ്വതക്കവും നിങ്ങളെ ദാനധർമ്മവും പൂർണ്ണമായിട്ടും അത് നിങ്ങളെ കാണാൻ മുന്നോള് ആക്കിപ്പോയ ആലിമ്യങ്ങളുള്ളവരല്ലേ. അങ്ങ് പഠിച്ചിട്ട് ആക്കി കാട്ടി തന്നെ അങ്ങ് തെരുളായിട്ട് നിങ്ങൾ സഞ്ചരിച്ചോണ്ടുള്ളത് അതുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെടുക. നിങ്ങൾ നോക്കിയോളോ, ഞങ്ങൾ നിസ്കാരത്തിൽ മിനിമം ഒരു നാല് പൗനേള് പെട്ട ചിലട ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, അല്ലാഹുവേ മുസ്തഖീമായ നേരായ തെരുൾ നീ ഞങ്ങളെ കടത്ത് തമ്പുരാനെ ചെന്നിട്ടല്ല നിങ്ങൾ അതുവാരെ കടത്. ഏത് ഈ നേരായ തെരു നിങ്ങൾക്ക് തെരിയണ സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അല്ലാഹുവേ നീ അനുഗ്രഹിച്ചങ്ങളെ തെരു ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലല്ലാലീൻ. യഹൂദിമാർ നസ്രാണിമാരെ തെരുലല്ല റബ്ബ്, നീ അറുസബന്ധങ്ങളെ തെരുലല്ല റബ്ബ്. തെരു തപ്പിപ്പോയോണ്ടുള്ള മുക്കാള് കണ്ട സലഫി ജമാഅത്തെ ഇസ്ലാമി വഹാബി ഖാദിയാനി ശിയാമാർ തബ്ലീഗ് അങ്ങളെ തിരുളല്ല റബ്ബേ, നീ ഞങ്ങളെ സഞ്ചരിക്കണായത് ബഹുമാനപ്പെട്ട ആലിമ്യങ്ങൾ കാട്ടിത്തന്ന തെറോ, സാലിഹ്യങ്ങൾ കാട്ടിത്തന്ന തെറോ മിനല്ലദി അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പിന്നൊരു ആയത്തിൽ വടിപാട്ടുള്ളത് മിനൻ നബിയീന വസ്സദീഖീന വസ്സുഹദാഇ വസ്സാലിഹീൻ. സിദ്ദീഖീങ്ങളും സുഹദാക്കന്മാരും അമ്പിയാക്കന്മാരും കാട്ടിത്തന്ന പരിശുദ്ധമാകപ്പെട്ട അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ തെരുവായിട്ട് കിടത് ചെന്നോട്ടുള്ളത് മനുഷ്യരെ. ഞങ്ങളുടെ ഇബാദത്ത് അല്ലാഹു പൊരുത്തപ്പെടണ, ഞങ്ങളെ കാണും മുന്നുള്ള ഞങ്ങൾക്ക് തെരു കാട്ടിത്തന്നെ ബഹുമാനപ്പെട്ട ആലിമ്യങ്ങൾ സാലിഹ്യങ്ങൾ ഉസ്താദുമാർ കാട്ടിത്തന്ന തെരു, ഞങ്ങളെ ഉമ്മ ബാപ്പ പണ്ടതിന്ന നല്ല നല്ല ആളുമാർ കാട്ടിത്തന്ന തെരു. ആ തെരുള് മാത്രം സഞ്ചരിക്കാണ്ട് വേറെ തെരു ഇല്ല മനുഷ്യ. നല്ലതും ബെടക്കും അല്ല ഞങ്ങൾ മിക്സാക്കിക്കും പോണായത്. ഞങ്ങള് നല്ലതിരെ പിറകില് ചിലപ്പോ ബെടക്ക് ബന്നിറകുമ്പോ ഇത് തെരിഞ്ഞു പണ്ടതല്ല. നിങ്ങൾ നോക്കിയുള്ളോ, ഞങ്ങൾക്കൊരു 10-100 ആളാ വിളിക്കട, ഒരു ഗമ്മത്തുക വിളിക്കട, ഒരു മങ്ങിൽത്തുക, ഒരു മൗലിതുക, ഒരു ദഅവത്തുക ഞങ്ങൾ വിളിക്കട. നല്ലൊരു നെയ്ച്ചോറ ബിരിയാണിയാണങ്ങ ആക്കി ബൈക്കറ. എല്ലാം നല്ലതേ ആക്കിയോണ്ട് പോണ്ടര്. ആറും ബേണും ബേണുണ്ടതുക്ക് ബെടക്കാറും മിക്സ് ആക്കില്ല. ബേണുണ്ട് ഉപ്പാറും യാറേറ്റ ക്രമയില്ല. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗലീജ മൂത്രം അതുക്കാറും ഇത്ര ക്രമയില്ല. അങ്ങനെ പരസ്പരം വീത്യം പോണ്ട പോലത്തെ നല്ലതും ബെടക്കും മിക്സ് ആക്കിയിട്ട് ബിരിയാണിക്കും ആക്കിടത് പോലെ 1000 തീരാ ഞങ്ങളെ ജീവന. ചിലപ്പോ ഞങ്ങൾ നല്ലൊരു ബിരിയാണി ആക്കട സന്ദർഭത്തിൽ ചിലപ്പോ ഉപ്പ് യാറെ വന്നു പോകുമ്മൈ, അല്ലെങ്കിൽ ഉപ്പ് കുറുടിയാവുകുമ്മൈ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അടിക്കാക്കട സന്ദർഭത്തിൽ മദർ യാറമാ കുറുടിയാ വന്നു പോകുമ്മൈ. അങ്ങനെ ഞങ്ങളെ നല്ല സ്വറത്തിൽ നിങ്ങൾ പോണ്ട സന്ദർഭത്തിൽ ഹറാം ഇത് ചിലപ്പോ തെരിയാണ്ട് വന്നു പോയി എങ്കമ്മൈ അയക്ക് തൗബകളുടെ പരിഹാരത്തെ തെരുവുണ്ട്. ഇണ്ട് മനുഷ്യ ബേണുണ്ടല്ലേ എല്ലാ ബെടക്കത്തുറമാക്കിയോണ്ടുള്ളത് വന്നു പോണ്ട തപ്പല്ല. ഇണ്ട് മനുഷ്യരുള്ളത് ദീർഘ ചൊല്ലുക പോണ്ടില്ല. മുസ്ലിമേ ഞങ്ങൾ മുസ്ലിം ഉണ്ട് ചെന്നിൽ പിന്നെ പൂർണ്ണമായിട്ടുള്ള മുസ്ലിം അവകിന്ന പ്രയത്നാക്കണോ. മുസ്ലിം ചെന്നിട്ട് ഞങ്ങൾ ചെന്നൽ പിന്നെ അഭിമാനത്തിൽ ചിലരുടെ പളക്ക നാണ് മുസ്ലിം, നാണ് മുസ്ലിം. മുസ്ലിം ചെന്നെങ്കിൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിലട് അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി ഔ കമാ ഖാല റസൂലുള്ളാഹി.
മുസ്ലിം ചെന്നെങ്കിൽ അവന്റെ ബായി കൊണ്ടിട്ട്, അവന്റെ നാവ് കൊണ്ടിട്ട്, അവന്റെ കൈ കൊണ്ടിട്ട് ഇത്ര മുസ്ലിം അടങ്ങ അന്യായ അനുഭവിച്ചിരിക്കു കുതീറ. അഥവാ നീ മുസ്ലിം കൊണ്ട് കണ്ടെങ്കിൽ ഇത്ര മുസ്ലിം അടങ്ങ നിന്റെ കൊണ്ടിട്ട് അന്യായ അനുഭവിച്ചിരിക്കു കുതീറ. ഒരു മുസ്ലിം ഇന്നൊരു മനുഷ്യരുടെ മുസ്ലിമുടെ മനസ്സിക്ക് നമ്പലാക്കില്ല, ഇന്നൊരു മനുഷ്യരുടെ ശരീരത്തിക്ക് നമ്പലാക്കില്ല, വ്യവഹാരത്തിൽ മനസ്സിക്ക് ബേജാറാവിടെ വ്യവഹാരാക്കില്ല. അള്ളാഹു പൊരുത്തപ്പെടാത്ത വ്യവഹാരത്തിക്ക് ഒരു മുസ്ലിം കൈയുടെ ക്രമയില്ല. മുസ്ലിമായാൽ പിന്നെ ഒറിജിനൽ മുസ്ലിം ആവണോ, പ്രതി ഒരു വിഷയത്തിലും യഥാർത്ഥ മുസ്ലിം ആവണോ. പള്ളിക്ക് പോയപ്പോ മാത്രം അല്ലടാ മുസ്ലിം ആവണായര്, ഹജ്ജുക്കും ഉംറത്തുക്കും പോയപ്പോ മാത്രം അല്ലടാ മുസ്ലിം ആവണായര്, നോമ്പ് വന്നപ്പോ മാത്രല്ല മുസ്ലിം ആവണായര്, അല്ലെങ്കിൽ മരിക്കുക നനപ്പ് വന്നപ്പോ മാത്രല്ല മുസ്ലിം ആവണായര്. നിന്റെ ജീവനത്തിൽ ദൈനംദിന നീ നാക്കട പ്രതി ഒരു സ്വരത്തിലും നിന്റെ ഇസ്ലാമ്യത്തുണ്ടാവണോ. മനുഷ്യ, ഇസ്ലാം ധർമ്മ ചെന്നെങ്കിൽ ഇത്ര ധർമ്മത്തെ പോലെയല്ല. ഇസ്ലാം മുസ്ലിം ധർമ്മ ചെന്നെങ്കിൽ മനുഷ്യരുടെ സംസ്കൃതിയായിട്ട് ഇസ്ലാം ചെന്നെങ്കിൽ ഒരു മനുഷ്യരെ അവന്റെ ഗർഭകോശത്തിലാണ് ബൽക്കട സന്ദർഭത്തില് നിന്റെ ഉമ്മയുടെ ഗർഭകോശത്തിലേക്കിട സന്ദർഭത്തിൽ യന്ത്ര ജവാബ്ദാരി എങ്ങനെ ഉമ്മയുടെ ജീവനം എങ്ങനെ വേണോ. പെണ്ണ്, നിന്റെ ഗർഭകോശത്തെ ഉൾഗത്തിൽ ഒരു കിടാവ് വന്നോണ്ടുകൊണ്ട് കണ്ടെങ്കിൽ നീ ഹറാമ് കേൾക്കുകയില്ല, നീ ഹലാലെ പോലെ ഹറാമ് കാണുകില്ല, ഹറാമ് പടക്ക പറയുകില്ല, ഹറാമ് തിന്നുകില്ല, കുടിക്കുകയില്ല. നീ കർപ്പഞ്ച് അല്ലാത്ത സമയത്തിൽ അതെല്ലാം ഹലാൽ ഉണ്ടല്ല ചെന്നോണ്ടുള്ളത്. പ്രത്യേകിച്ചും നീ ഗർഭിണിയായാൽ പിന്നെ ചെമ്മനെ ജാഗ്രത ആക്കണായ അഗത്യമുണ്ട്. എന്തുകൊണ്ടിട്ടോ, കറുപ്പുഞ്ചായാൽ പിന്നെ നീ ഉറുത്തിയല്ല, നീ ചെണ്ടാള്. നിന്റെ ഗർഭകോശത്തെ ഉൾഗത്തിൽ ഇന്നൊരു കിടാവ് ബല്ലോണ്ടുണ്ടോ. നീ നോക്കൂ, നിന്റെ ഉത്തരപ്പിത്തിൽ എന്തെങ്കിലും ഒരു തേങ്ങമാ അല്ലെങ്കിൽ മാങ്ങമാ അതല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു വിത്തിട്ടേണ്ട പേരിച്ചോ നീയാണ്. നിക്കതിൽ ഫലതരണായ അഗത്യം ഉണ്ടുകൊണ്ട് പേരിച്ചെന്ന് നിന്റെ ഉത്തരപ്പിത്തിൽ ഒരു ചക്കക്ക് ഒരു വിത്തിട്ട മനസ്സുണ്ട് നിൽക്കുന്നേണ്. എവിടമോ കൊമ്പന്ന ചക്ക നല്ല മധുരമുണ്ടോ, നല്ല സൈസുണ്ടോ, കാണകും ചന്തമുണ്ടോ, ടേസ്റ്റുള്ള ചക്കയായിട്ട് ഇത്ര ഒരു തയ്യാക്കണോ ചെന്നൊരു പേരിച്ചിട്ട് ചക്കത്തിൻ്റെ പിന്നെ കിട്ടിട്ടുന്ന ചക്കക്കുരു ഉണ്ടല്ലേ, നിന്റെ ഉത്തരപ്പിത്തുള്ളത് നീന് വിത്തിട്ടപ്പോ നിനക്ക് വല്ലാത്തൊരു ആശ ഉണ്ട്. റബ്ബേ, ഇത് വേഗം ഒന്ന് ബലിയാവണോ, ബലിയായാൽ പിന്നെ ചക്കയാവണോ, അത് നക്കും തിന്നണോ, നിന്റെ പെഞ്ഞ നിന്റെ കുടുംബത്തെങ്ങും നിന്റെ ഉത്തരങ്ങും തിന്നണോ. അത് ആ ടേസ്റ്റ് കണ്ടിട്ടൊന്ന് സന്തോഷപ്പെടണോ ചെന്നൊരു ആശയിക്കട സന്ദർഭത്തില് ചക്കക്കുരു വിത്ത് ഇടലോടുകൂടെ അതൊക്കെ പയക്കട തണ്ണി വീത്തൊക്കെ തുടങ്ങിയെങ്കാ ആ ചക്കക്കുരു വിത്തിട്ട ജാഗക്ക് പയക്കട തണ്ണി ബീത്തൊക്കെ തുടങ്ങിയെങ്ക, അല്ലെങ്കിൽ പെട്രോള ചിമ്ടെണ്ണമാക്കുമ്പോഴേക്ക് ബീത്തൊക്കെ തുടങ്ങിയെങ്ക ആ കുരു മേള് പണ്ട ക്രമയിക്കുക. ബന്നെങ്ങു ചിലപ്പോ കൊടിച്ചെത്തേണ്ടി പേരിച്ചത് മറാവിടെ ക്രമയിക്കുക. അതിരക്കാണ് മുന്നുളെ ഉണങ്ങിട്ടത് നാശായി പോവലെ പെണ്ണ്. അതേപോലെ നിന്റെ ഗർഭകോശത്ര ഉൾഗത്തിൽ നിന്ന് കിടാവുണ്ടല്ലേ, ഏതൊരു പെണ്ണിങ്ങും കറുപ്പും അവിടെ സന്ദർഭത്തുള്ള കിനാവ് കണ്ടോണ്ടിക്കിടാറ്. ഉമ്മവക്ക അവൾക്കൊരു കിനാവുണ്ടോ, ആ ഉമ്മയുടെ ആ പെണ്ണുടെ മാപ്പിളായവണക്ക് പെഞ്ഞൈ കറുപ്പുഞ്ചിണ്ടായപ്പോ ചൊന്നിട്ട് പ്രയോജനമില്ല. ദുനിയാവേ അവനക്ക് കിട്ടിയതുപോലെ സന്തോളത്ത് ഒരു കൈ കണക്കില്ല. റബ്ബേ, അവനക്കും ഒരു കിനാവ് കണ്ടോണ്ടുള്ള അല്ലാ നിന്റെ പഞ്ഞിയുടെ ഗർഭകോശത്തിൽ വന്നോണ്ടിക്കിടാ പൊടിക്കിടാവൂ പെത്തൽ. പിന്നെ അതിർവട്ടിക്ക് ഇങ്ങനെ ചിരിക്കണോ, ഇങ്ങനെ കളിക്കണോ, ഇങ്ങനെ കളിപ്പാട്ടണോ, ഇങ്ങനത്തെല്ല കൊമ്പന്ന് കൊടുക്കണോ. അതേപോലെ ഇങ്ങനത്തെല്ല വ്യവസ്ഥ എല്ലാം ഉണ്ടാക്കണോ. ചെന്നൊരു ചെമ്മക്കിനാവ് കണ്ടോണ്ടിക്കട സന്ദർഭത്തില് മനുഷ്യ ബെൽദായിൽ പിന്നെ നല്ലത് പഠിപ്പാട്ടണോ, നല്ല രൂപത്തിൽ ബൽത്തണോ കിടാവിടെ. അങ്ങനെ ബെൽദായിൽ പിന്നെ അള്ളാഹുവേ ഞങ്ങൾ ബേസാവിടെ സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഉപകാരത്തേക്ക് കിട്ടണോ. ഞങ്ങൾ ചെന്നതുപോലെ കേൾക്കണത് പോലെ കനിഷ്ഠപക്ഷം ഞങ്ങൾ മരിക്കട സന്ദർഭത്തില് ഞങ്ങളെ ബായിക്ക് ഒരു നേരത്തെ അല്ലെങ്കിൽ ഒരു തെല്ല് നേരെ ഒരു ചമച്ച തന്നെങ്കും ബീത്ര പോലോത്ത മക്കാവണോ. റബ്ബേ, മരിച്ചൽ പിന്നെ ഞങ്ങളെ തലയുടെ ഭാഗത്തിനടി ആസീനോദരക്കിടാവണു. അല്ലോ, മരിച്ചൽ പിന്നെ ഞങ്ങൾക്ക് തൽക്കീനോദരക്കിടാവണം. ഞങ്ങളെ മേളിൽ മയ്യത്തിന് നിസ്കരിക്കിടക്കിടാവണോ. നല്ല നല്ല ജാഗല ദ്വാരക്കുമ്പോൾ ഞങ്ങളെ നനപ്പാക്കിട ദ്വാരക്കിട പോലോത്ത മക്കാവണോ. ഇങ്ങനെ ഗർഭകോശത്തിൽ ഇന്ന് കിടാവിടെ വിഷയത്തിൽ ഉമ്മക്കും ചെമ്മ കിനാവിക്കട, ബാപ്പക്കും ചെമ്മ കിനാവിക്കട. ആ സന്ദർഭത്തിൽ ഉമ്മ ഗർഭകോശത്തിൽ ബൽന്നോണ്ട് പോയോണ്ടിക്കട കിടാവിക്കട സന്ദർഭത്തിൽ നീ ഹറാമ് തിണ്ടെങ്കാ, നീ അതേപോലെ ഹറാമ് കേക്കുക തുടങ്ങിയെങ്കാ, നീ ഹറാമ് കാണുക തുടങ്ങിയെങ്കാ, നിന്റെ നാവ് കൊണ്ട് ഹറാമ്യത്തെ പളക്ക പറയുക തുടങ്ങിയെങ്കാ,
ആ ബുദ്ധിയെല്ലാം നിന്റെ ഗർഭകോശത്തിൽ വന്നോണ്ടിക്കടെ കിടാവുകദ്രംശ ബറാട്ടിക്കില്ല പെണ്ണ്. അതുകൊണ്ട് ചെന്നോണ്ടുള്ളത് ഗർഭകോശത്തിൽ കിടാവ് ബൽദാവിടെ സന്ദർഭത്തില് തീരത്ര പടച്ചനം പുരാനക്ക് ഇബാദത്തെടുക്കുക നോക്കണോ, തീരത്ര ദിക്റും തസ്ബീഹും ചൊല്ലുകിന്ന പ്രയത്നാക്കണോ, തീരത്ര മനുഷ്യരെ മലയും മൗലിദും സ്വലാത്തും ചൊല്ലുടെ പ്രയത്നാക്കണോ. എപ്പോഴും ഒലൂട് കൂടെ ആയിട്ടിക്കൊണ്ട് ജീവന ശൈലി ഫിത്നയില്ല ഫസാദില്ലാത്ത നല്ലൊരു ജീവനാവണോ. ഔത്രങ്ങളെ നല്ല രൂപത്തിൽ ബഹുമാനിക്കട പെരുസവീക്കട പോലത്തെ സ്വഭാവ ശൈലി ഉണ്ടാവണോ. ഇങ്ങനെ ആയിട്ടായിട്ടിക്കട ഒരു കറുപ്പുംചായ പെണ്ണ് ഇങ്ങനെ ചെന്നല്ല ഗർഭകോശത്തിൽ കിടാവിക്കട സന്ദർഭത്തിലും സമയത്ത് പരിശുദ്ധ ഇസ്ലാമുടെ മാർഗദർശനം ഉണ്ട്. ഉമ്മാ പെത്തപറുത്തുക ഇങ്ങനെയാക്കണോ മധുരം കിടാവുക മധുരം തട്ടുപാട്ടി കൊടുക്കണോ. അത് നല്ല സാലിഹിങ്ങള് അലിമിങ്ങള് ആരിഫിങ്ങള് സദാത്തിങ്ങള് അല്ലെങ്കിൽ ഹിരിയ പെണ്ണിങ്ങ നല്ല പെണ്ണിങ്ങ നിസ്കരിക്കടാണിങ്ങ സാലിഹിങ്ങളായ നല്ല ആളുമാറ് ചവച്ചി തുപ്പിയത്തെന്തെങ്കിലും മധുരം ഒന്ന് കിടാവിടെ ബാഗ് തട്ടുപാട്ടണോ, ബാങ്ക് കൊടുക്കണോ, ഈ കാമത്ത് കൊടുക്കണോ, നല്ല പേര് ബേക്കണോ, കേക്ക് അറുക്കണോ, മുടിയെടുക്കണോ. ആ മുടിയുടെ തൂക്കത്തിൽ നിന്ന് സ്വതക്ക കൊടുക്കും. ഇങ്ങനത്തെ കുറെ കർമ്മ ചെറിയക്കുമ്പത്ത് കേക്കിടാവിടെ വിഷയത്തില് അള്ളാഹുവിന്റെ റസൂല് പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പാടിതുണ്ട്. അതിൽ പിന്നെ മക്കളെ ബൽത്തര സന്ദർഭത്തില് 2 വർഷത്തോളം എങ്ങനെ, 7 വർഷത്തോളം എങ്ങനെ, 10 വർഷത്തോളം എങ്ങനെ, പ്രായപൂർത്തി അവിടോടത്തോളം എങ്ങനെ, അതിൽ പിന്നെ എങ്ങനെ എല്ലാം ഹന്തായിട്ട് പരിശുദ്ധ ഇസ്ലാം ഒരു മനുഷ്യക്ക് പഠിപ്പാട്ടി കൊടുക്കണോ. മനുഷ്യ ഇസ്ലാം ഇതര ധർമ്മത്തെ പോലെയല്ല. എങ്ങനെ നീ നടക്കണോ, എങ്ങനെ ദയിക്കണോ, എങ്ങനെ ഉറങ്ങുമ്പോഴത്തേക്ക് ഏത് ഭാഗത്തേക്ക് കള് വീണു, ഏത് ഭാഗത്തേക്ക് തല വീണോ, എങ്ങനെ ചെരുപ്പിടണോ, എങ്ങനെ ചെരുപ്പ് എടുക്കണോ, എങ്ങനെ പാൻറ് ഇടണോ, എങ്ങനെ പാൻറ് എടുക്കണോ, എങ്ങനെ ഡ്രസ്സ് ഇടണോ, എങ്ങനെ ഡ്രസ്സ് എടുക്കണോ, ഏത് നാളിൽ ഏത് സന്ദർഭത്തിൽ എങ്ങനെയായിട്ട് മനുഷ്യ വേണായത്, എങ്ങനെയായിട്ട് താടി ബൽത്തനായത്, എങ്ങനെയായിട്ട് മുടിയും അതേപോലെ മീസയും കട്ടാക്കണായത്, എപ്പോ ഏ രൂപത്തിലായിട്ട് ബുഗുറി എടുക്കണായത്, ഏ രൂപത്തിലായിട്ട് മനുഷ്യ കണ്ണാടി നോക്കണായത്, ഏത് ഭാഗത്ത് കാത്തിനുടെയും കുടിക്കടയും മുന്നിലത്തെ മനുഷ്യരുടെ സാമാജിക എങ്ങനെ, മനുഷ്യ കൗട്ടുംബിക ജീവൻ എങ്ങനെ, മനുഷ്യരുടെ യാത്ര എങ്ങനെ, മനുഷ്യരുടെ രാജകീയ എങ്ങനെ, മനുഷ്യരുടെ വ്യവഹാരം എങ്ങനെ, മനുഷ്യരുടെ ബാണി എങ്ങനെ, പ്രതിയൊന്നും ബഹുമാനപ്പെട്ട നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ എണ്ണി ഉമ്മത്തക്ക് പഠിപ്പാട്ടി തന്ന് ഒന്നും ബാക്കിയില്ലടാ. നീ മരിക്കറോടത്തോളം നീ എന്തരാക്കണായ, നീ മരിച്ചാൽ പിന്നെ നിന്റെ ആളും മാറി നിൽക്ക് വേണായിട്ട് എന്താക്കണായത്. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ എണ്ണി കാട്ടി പഠിപ്പാട്ടി തന്ന മനുഷ്യര്. ഇങ്ങനെ പരിപൂർണമായ ധർമ്മ ഈ പ്രപഞ്ചത്തിൽ ഇസ്ലാം അല്ലാട്ട് വേറെ ഒന്നുമില്ല മനുഷ്യര്. ഇണ്ട് ഞങ്ങളെ അവസ്ഥ ജണ്ടുമുഖ ഫസ്റ്റ് ചെന്നത് പോലെ ഒന്ന് നല്ലതും പിന്നൊന്ന് ബെടക്കും. ഇങ്ങനെ ജണ്ടടി മുട്ടുക്കും പോണ്ടതല്ല ഞങ്ങളെ പരിസ്ഥിതി. ഔത്ര ഒരു ബിസയെ നോക്ക്, നീ ദീർഘച്ചലുടെ സമയമില്ലല്ലേ. ഔത്രേ ഒരു ബിസയെ നോക്ക്, പർത്ര ബിസയബുടാ, റായത്തെ ബിസയബുടാ, കുടുംബത്തെ പർത്ര ദൂരത്തെ ബിസയബുടാ, വ്യവഹാരത്തെ ബിസയബുടാ. ഒന്ന് ഔത്ര ഉൾഗത്തിലും 4 മതിലിന്റെ ഉൾഗത്തിലും ഞങ്ങളെ അവസ്ഥ എങ്ങനെ. അല്ലോ നമ്മുടെ ബഹുമാനപ്പെട്ട കാജൂർ തങ്ങത്തിൽ നനപ്പാക്കിടും ഉമ്മ ബാപ്പയുടെ ബിസിയല്ല മനുഷ്യര്. മാപ്പിളക്ക് പെഞ്ഞയുടെ മേളിൽ കർത്തവ്യമുണ്ട്, പെഞ്ഞയ്ക്ക് മാപ്പിളയുടെ മേളിൽ കർത്തവ്യമുണ്ട്, ഉമ്മ ബാപ്പക്ക് മക്കളുടെ മേളിൽ കർത്തവ്യമുണ്ട്, മക്കൾക്ക് ഉമ്മ ബാപ്പയുടെ മേളിൽ കർത്തവ്യമുണ്ട്, ഇളങ്ങക്ക് മൂത്തങ്ങളെ മേളിലും മൂത്തങ്ങൾക്ക് ഇളങ്ങളെ മേളിലും പെണ്ണുമക്കളുടെ വിഷയത്തിലും ആണുമക്കളുടെ വിഷയത്തിലും വേറെ വേറെ കർത്തവ്യ പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പാട്ടി തന്ന് ആ കർത്തവ്യ പ്രകാരം ഞങ്ങളെ നാളെ മുതലിന്റെ ഉൾഗത്തിലുള്ള ഞങ്ങളെ കൗട്ടുംബിക്ക ഞങ്ങളെ പേഴ്സണൽ ജീവനം ഉണ്ടാ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾ രക്ഷപ്പെട്ടേക്ക് സംശയമേ വേണ്ട. പടച്ചവനെ ഇണ്ടൗത്ര ഞങ്ങളെ മക്കളെ അവസ്ഥ ഒന്നും നോക്കുള്ളാനേണല്ലോ. ഉമ്മ ബാപ്പ നിസ്കരിക്കടങ്ങ, നോമ്പ് പിടിക്കടങ്ങ, ഖുർആൻ ഓതരങ്ങ, മക്കളവസ്ഥ നോമ്പ് വേണ്ട. ഖുർആൻ ഓതര ശബ്ദം ഞങ്ങളെ ഊത്തിലുണ്ട്, കേക്കില്ല. അല്ലാ ഉമ്മായോള് പണ്ടങ്ങനെ ഞങ്ങളെ റായത്തിൽ ഉമ്മയുടെ കാള, ഞങ്ങളെ അജ്ജിയുടെ കാള, ഞങ്ങളെ അജ്ജയുടെ കാലത്തില് അള്ളാഹുവെ ഞങ്ങൾ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് ഞങ്ങളെ ഊത്തിലില്ല, ഞങ്ങളെ 7ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് മതിൽ തൂക്കി വീശിട്ട് എന്തുമില്ല. 5ാം ക്ലാസ് അങ്ങ് കണ്ടെങ്കല്ല ബദലക്ക് ഏതോ ഒരു ഉസ്താദ് മുട്ട മുക്രിക്കട മുട്ട എന്തോ നാളക്ഷരം പഠിച്ചറ്. ഖുർആൻ അങ്ങനത്തെ കുറെ ആയത്തും സൂറത്തും യാസീനും ബായ്പാട്ട പണ്ട്, മാലയും മൗലിദും ബായ്പാട്ട പണ്ട്, കുറെ സ്വലാത്തല്ല ബായ്പാട്ട പണ്ട്. പടച്ചവന് മഗ്രിബ് പങ്കെടുക്കാണ് മുന്നുള്ളതാ. ഞങ്ങളെ ജുമ്മ ഔത്തുള്ളതാ. കുളിച്ചിട്ട് ഒന്നുമാക്കിയിട്ട് നിസ്കാരത്തെ പായിലങ്ങനെ വെച്ചിട്ട് കയ്യിലൊരു തസ്ബീഹിയുടെ മാലയും പിടിച്ചിട്ട് സുബ്ഹാനല്ലാഹി വബിഹംദിഹി
സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ആയിരക്കണക്കിന് ഹദീസ് അതിലുള്ള ലാസ്റ്റ് ഹദീസ് നീ പാട്ടത് കലിമത്താനി സഖീലത്താനി ഫിൽ മീസാൻ ഖഫീഫത്താനി അലൽ ലിസാൻ ഹബീബത്താനി ഇലർ റഹ്മാൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. നാവുളു ചൊല്ലുക ഭാരി സുറബും പടച്ച തമ്പുരാന നാളെ മഹ്ശറാമൻ സഭയിൽ വെച്ചിട്ട് മനുഷ്യരുടെ സകലമാന ബസ്തരെയും തൂക്കി നോക്കട സന്ദർഭത്തിൽ മീസാനിൽ തൂക്കി നോക്കട സന്ദർഭത്തിൽ എല്ലാത്ത കാണും ഞാറ പവിത്രമായിട്ട് ദിന്നത്തിൽക്കട ബസ്തുണ്ടല്ലേ രണ്ട് പടക്ക് അതേപോലെ അള്ളാഹുക്ക് അതിയായ പിരിസ ഉള്ളത് പടച്ച തമ്പുരാനെ ചെമ്മ ഇഷ്ടപ്പെട്ടത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ഞങ്ങളെ ഉമ്മ ചെന്നോട്ട് ഇന്നൊരു കാലയിന്ത മഗ്രിബ് ബാങ്കായ പുറത്തേക്ക് സുന്നത്ത് നിസ്കരിച്ചിട്ട് ഫർദ് നിസ്കരിച്ചിട്ട് പിന്നെയും സുന്നത്ത് നിസ്കരിച്ചിട്ട് മുഖമക്കനെ എടുക്കാണ്ട് കമീസ് എടുക്കാണ്ട് നിസ്കാരത്തെ പായിൽ ഇശാ ബാങ്ക് തോള തെച്ചിട്ട് എന്തെങ്കിലും ഖുർആൻ ഓതിയോണ്ട് എന്തെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെന്നോണ്ട് ഏതെങ്കിലും മാലയും മൗലിദും ഇങ്ങനെ പാടിയോണ്ട് എന്തെങ്കിലും പടച്ചതമ്പുരാന് പൊരുത്തപ്പെട്ട ദിക്ർ തസ്ബീഹ് സ്വലാത്ത് ചെന്നോണ്ട് ഇശാ ബാങ്ക് കേക്കടാ ഇശാ ബാങ്ക് കേക്കടാ പുള്ളിങ്ങളിലും മൗത്തിലിന്നങ്ങളിലും ചൊല്ലുക തുടങ്ങിയിട്ട് ബാങ്ക് കേട്ടുത്താ ബാങ്ക് കേട്ട പുറത്തുക ഉമ്മതാ ഒലു ഇല്ലെങ്കിൽ ഒലു ഇന്നെങ്കിൽ ഒലുവോട് കൂടെ ഒലു ഇല്ലാണ്ട് കണ്ണെങ്കിൽ വേഗ ഒലു ആക്കി വന്നിട്ട് സുന്നത്ത് നിസ്കരിച്ചിട്ട് ഫർദ് നിസ്കരിച്ചിട്ട് ഇശാ നിസ്കാരത്തിൽ പിന്നെ ഇന്ന ജണ്ടറക്കാലത്ത് അത് കഴിഞ്ഞാൽ പിന്നെ 1, 3, 5 വിത്ര നിസ്കാരം നിസ്കരിച്ചാൽ പിന്നെ ചെറിയൊരു ദ്വാരന്ത് കിച്ചൻ്റെ ഉൾഗത്തേക്ക് പോയിട്ട് ഇന്നതല്ല വിളമ്പിട്ടൗത്തിൽ ഇന്ന ആളുമാർക്ക് വിളമ്പി കൊടുത്തിട്ടോ ഇടക്കളല്ല കൽകിട്ട് ചിമിണിയൊന്നും ഓഫ് ആക്കിയിട്ട് ഒലിം വരെ കണ്ടിട്ട് കാണുമെന്നുള്ള പറഞ്ഞോണ്ട് നിന്റെ ഉമ്മ നിന്റെ അജ്ജ് അല്ലാഹുവേ സുബൈ ബാങ്ക അവിടെ കാണുമെന്നോളൂ പള്ളിയിൽ ബാങ്കയുടെ ശബ്ദ കേക്കടെ കാണുമെന്നോളൂ ഒരു അരഗണ്ട മുന്നോളി എണിച്ചിട്ട് ആ ഉമ്മ കുളിച്ചിട്ട് ആ ഉളു ആക്കിയിട്ട് ജൻറകാലത്ത് ചിമ്മെലുതിച്ചിട്ട് ജൻറകാലത്ത് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ഒമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലതൻ ലക അസാ അൻ യബ്അസക റബ്ബുക മഖാമം മഹ്മൂദാ. കനിഷ്ഠ ജൻറകാലത്ത് തഹജ്ജുദ് നിസ്കരിച്ച് കണ്ണെടു തണ്ണിൽ പാടി ആ ഉമ്മ ദ്വാരം നോട്ടിന്ത് അല്ലോ നന്റെയും നിന്റെ മാപ്പിളയുടെയും നിന്റെ മക്കളെയും പാപ്പത്തെ പൊറുക്കു അല്ലോ പടച്ചവനെ നിന്റെ മാപ്പിളയുടെ കഷ്ടത്തിലും രോഗത്തിലും ആക്കല്ല റബ്ബ് ആഫത്ത് മുസീബത്തിൽ ആക്കിയിട്ട് എന്തെങ്കിലും കഷ്ട കൊടുത്തിട്ട് നിന്റെ മാപ്പിളയുടെ നീ മൂലകിടണ്ട റബ്ബ് നയിക്കട കൈ ഇല്ലാണ്ടാക്കണ്ട അല്ലോ നിന്റെ നീ വിധവയാക്കണ്ടനാദാ നിന്റെ മക്കളെ യതീമാക്കണ്ട അല്ലോ. തഹജ്ജുദ് നിസ്കാരത്തെ സന്ദർഭത്തിൽ ആറുമാറും കേൾക്കാത്ത ആറുമാറും കാണാത്ത സന്ദർഭത്തിൽ കേൾക്കരുത് നിപ്പാട്ടാത്ത കാണ്ടത് ഇല്ലാണ്ടാവാത്ത പടച്ചതമ്പുരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുട്ട കൈയുദ്ധാക്കി ആ ഉമ്മദ്വാരനെപ്പോ പടച്ചവനെ രണ്ടിന്ന ഉമ്മ 95 വർഷത്തോളം ഇഞ്ചിത്ത് അതേപോലെ ബാപ്പും 95 വർഷത്തോളം ഒരു ഓപ്പറേഷൻ ആ ഉമ്മക്ക് ആയിട്ടില്ല. ആ ഉമ്മ 8, 10, 12 മക്കൾക്ക് ജന്മ കൊടുത്തിട്ടും സമയത്ത് ഒരു സിസേറിയൻ ആ ഉമ്മക്ക് ആയിട്ടില്ല. ഭയത്ര ഒരു ഭാഗവും കീറിട്ടില്ല. ഹോസ്പിറ്റലിൽ പിത്തൽ സമയത്ത് ആ ഉമ്മ കണ്ടിട്ടില്ല. പടച്ചവനെ ആ ഉമ്മക്ക് മരണ വന്നപ്പോ 10-40 മുന്നോളെ ഉമ്മക്ക് മരണത്തെ വാസന വന്നോണ്ടിന്ത് സ്വർഗത്തെ മണ ആ ഉമ്മക്ക് മണത്തോണ്ടിന്ത് 40 മുന്നോളെ ആ ഉമ്മ മരണത്തെ സൂചന ചെന്നോണ്ടിന്ത് കുടുംബത്തങ്ങളെ മുട്ടാക്കിയോണ്ട് വസിയത്തല്ല വാക്കരുത് വസിയത്താക്കിയോണ്ടോ പിന്നങ്ങളെ കണ്ടിട്ടും വെളിപ്പാട്ടിട്ടും ദ്വാരപ്പാട്ടിയോണ്ടും എന്തോ ഒരു പ്രത്യേക ശൈലികള് എവിടക പുറത്തായത് പോലെ ഒരു 40 പിന്നെയും കഴിഞ്ഞപ്പോ നല്ല സമയത്തില് നല്ല ടൈമുകൾ നല്ല റാഹത്തോടു കൂടെ ആരെയും നോക്കാണ്ട് ഓപ്പറേഷൻ ഇല്ലാണ്ട് മൂക്കും വായിക്കും അതേപോലെ ഭയത്തും അതേപോലെ ഇന്ന ഇഞ്ചക്ഷനും ഇന്ന വയറും തള്ളി വയ്ക്കാണ്ട് പെഞ്ഞൗത്തിൽ ഇന്ന മക്കളെയും മൂത്രങ്ങളെയും ഇന്നങ്ങളെയും എല്ലാരെയും കണ്ടോട്ട് എല്ലാം വസിയത്താക്കിയിട്ട് ഒരു ഹക്കടപാട് ബാക്കിയില്ലാണ്ട് ഇസ്രായേൽ വന്നപ്പോ കിടന്നു കൊടുക്കൊടു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്ത് സുന്ദരമായ മരണായിട്ട് ഇന്ത ആ ഉമ്മടത് ആ ബാപ്പടത് എന്തൊരു ചന്തത്തെ പ്രതീതി എന്ത് നിങ്ങളെ ഉത്തരോ അല്ലാ ആ ഉമ്മടെ മയ്യത്ത് ഔത്തിനോട് പറത്തുക വെച്ചപ്പോ പെണ്ണ് വയസ്സായ പണ്ടത്തെ നിന്റെ ഉമ്മ ഉണ്ടല്ല നിന്റെ മാമി ഉണ്ടല്ല നിന്റെ അജ്ജുണ്ടല്ലേ ആ ഉമ്മ മരിച്ചപ്പോ ആ ഉമ്മടെ ഔത്തിൽ നിന്ന് ഇസ്ലാമുടെ സംസ്കൃതി ഉണ്ട് മരിച്ചു പോയത്. ആ ഉമ്മ മരിച്ചിട്ട് ഉമ്മടെ മയ്യത്ത് കുളിപ്പാട്ട സന്ദർഭത്തിൽ പെണ്ണ് ആ ഉമ്മടെ നിസ്കാരവും ദിക്റും തസ്ബീഹും
തഹജ്ജുദ് നിസ്കാരവും വിത്ർ നിസ്കാരവും ദുആവും എല്ലാത്തെയും നീ മയ്യത്ത് കുളിപ്പാട്ടില്ലേ? ആ ഉമ്മടെ കഫനാക്കട സന്ദർഭത്തിൽ ആ കഫൻതുനയുടെ ഉൾഗത്തിൽ ഉമ്മടെ നിസ്കാരവും ഉമ്മടെ ദിക്റും തസ്ബീഹും സ്വലാത്തും ഖുർആൻ ഓത്തു അതെല്ലാം നീ ആ മയ്യത്തെ കഫൻതുനയുടെ ഉൾഗത്തിൽ പൊയിഞ്ഞു വെച്ചിട്ട് കെട്ടാക്കിയില്ലേ? ആ ഉമ്മടെ മയ്യത്ത് ആണിങ്ങക്ക് വിട്ടുകൊടുത്തപ്പോ ആണിങ്ങ മയ്യത്ത് കട്ടിലെ കടപ്പാട് ആ ഉമ്മടെ മയ്യത്ത് കൊമ്പോണ്ട സന്ദർഭത്തിൽ ഉമ്മടെ ഒട്ടിക ഔത്തിൽ നിന്ന് പരിശുദ്ധ ഇസ്ലാമിയുടെ പ്രതീതിരെയും അങ്ങ് കൊമ്പോയറ മയ്യത്ത് നിസ്കരിച്ചിട്ട് കൊമ്പോയിട്ട് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. അങ്ങനെയും ചന്ദ്ര 3 പിടി മണ്ണെറിഞ്ഞിട്ട് ആ ഉമ്മടെ ദഫനാക്കട സന്ദർഭത്തിൽ ഉമ്മയുടെ നിസ്കാരത്തെയും ദഫനാക്കിയറ, ഉമ്മടെ നോമ്പ് ദഫനാക്കിയറ, ഉമ്മടെ സുന്നത്ത് നിസ്കാര ദഫനാക്കിയറ, ഉമ്മടെ ദുആവും ഉമ്മടെ സ്വലാത്തും ഉമ്മടെ ദിക്റും ഉമ്മടെ മൗലിദും എല്ലാം ഒട്ടിക ദഫനാക്കിയറ. ആ ഉമ്മ മരിച്ചാൽ പിന്നെ ഔത്തുൽ ദിക്റുടെ തസ്ബീഹ് കേൾക്കണ ക്രമമില്ല. ആ ഉമ്മ മരിച്ചാൽ പിന്നെ സുബഹി ബാങ്ക് പള്ളിയിൽ കേട്ടിട്ടായിട്ടും പോലും സൂര്യ ഉദിച്ചാൽ പിന്നെ ഔത്തുൽ ബൽക്കിർ ബുളുഗ് തുടങ്ങണത്. സൂര്യ ഉദിക്കാണ്ട ഔത്തുൽ ചിമിണി കത്തില്ല കത്ര ക്രമമില്ല. സൂര്യ ഉദിക്കടത്തോളം സുബഹിക്ക് ഞങ്ങൾ ഔത്തുൽ ബൾബ് പിടിക്കണ ക്രമമില്ല. ഉമ്മ മരിക്കളോടുകൂടെ ഉമ്മടെ ഒട്ടിക ഔത്തിൽ ഇസ്ലാമും മരിച്ചു പോയത് പിന്നെ നിസ്കരിക്കട പെണ്ണിങ്ങ നിങ്ങൾ ഔത്തുൽ കണ്ടില്ല. അല്ലാ ഇണ്ട് ഞങ്ങൾ ഔത്തുൽ ഞങ്ങളെ പെണ്ണുമക്കളെ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് തൂക്കി ബീച്ചറ്, 7ടെയും 5ടെയും സർട്ടിഫിക്കറ്റ് തൂക്കി ബീച്ചറ്. ഷോക്കേസ് ഒന്ന് നോക്കുറോളാ പോയിട്ട് ഷോക്കേസിൽ ചന്തത്തിൽ അട്ടി ലൈനാളൈന് എടുത്ത് ബീച്ചറ്. മോൾക്ക് 10ാം ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയത്, മോൾക്ക് പരീക്ഷയിൽ 1ാം റാങ്ക് കിട്ടിയത്, ഹാജറിൽ ഫസ്റ്റ് കിട്ടിയത്, 7ൽ ഫസ്റ്റ് കിട്ടിയത്, സെക്കൻഡ് കിട്ടിയത്. എല്ലാ ഗിഫ്റ്റും നിന്റെ ഊത്തുല അതേപോലെ ഷോക്കേസിൽ കെട്ടി വെച്ചറ്. ചന്തത്തിൽ മതിൽ ഇങ്ങനെ തൂക്കി വെച്ചൊരു സർട്ടിഫിക്കറ്റ് അല്ല അത് അറുത്ത ഈ ഔത്തുൽ ഖുർആൻ ഓതുര പെണ്ണുണ്ടോ, സൂറത്തുൽ കഹ്ഫ് ഓതുര പെണ്ണി ഔത്തുലുണ്ടോ, ദിക്ർ തസ്ബീഹ് ചൊല്ലുക പണ്ട് പെണ്ണി ഔത്തുലുണ്ടോ. സർട്ടിഫിക്കറ്റ് എഴുതി വെച്ചൊരു തജ്വീദ് 90 മാർക്ക്, ഫിഖ്ഹ് 95 മാർക്ക്, ഖുർആനിൽ 99 മാർക്ക്, ഹിഫ്ളിൽ 98 മാർക്ക്, അഖീദയിൽ 95 മാർക്ക്, ഫസ്റ്റ് റാങ്ക് കിട്ടിയത്. അതെല്ലാം ആ സർട്ടിഫിക്കറ്റ് നല്ല ഐഡന്റിഫിക്കേഷൻ പോലെ എഴുതി വെച്ചിട്ട് ഇന്നിട്ടും സമയത്താ ആ പെണ്ണൗത്തുൽ യാസീൻ ഓതില്ല. ഔത്തുൽ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഇശായുടെ ഒരു ദിക്ർ തസ്ബീഹുടെ ശബ്ദം കേൾക്കില്ല. ഔത്തുൽ ഖുർആനുടെ ശബ്ദം കേൾക്കണ ക്രമമില്ല. മഗ്രിബിടെയും ഇശായുടെയും ആലം ഔലിദരെ ബിസിയമേ ഇല്ല. ഒരു 10 സ്വലാത്ത് ചിലയുടെ ഗതി ഔത്തുലില്ല റബ്ബ്. കനിഷ്ഠപക്ഷ ഉറങ്ങട സന്ദർഭത്തിൽ 10ാം ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്ക് എടുത്ത പെണ്ണതാ റബീഉൽ അവ്വൽ തിങ്കൾ വന്നപ്പോ ആ പെണ്ണുടെയും അതേപോലെ ഫസ്റ്റ് റാങ്ക് വന്ന നിന്റെ മോന്റെയും വിളിച്ചിട്ട് നല്ല രൂപത്തിൽ ഗിഫ്റ്റ് തന്നറ്, പ്രസന്റേഷൻ തന്നറ്, ആൾമാരെ തങ്ങന്മാർ ഉസ്താദ്മാർ വിളിച്ചിട്ട് നല്ല സർട്ടിഫിക്കറ്റ് അല്ല തന്നറ്. പടച്ചവന് ആ പെണ്ണ് സുബഹിക്ക് നിസ്കരിക്കുക എനിക്കടെ ക്രമമില്ല. അല്ലാഹുവേ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. അങ്ങനത്തെ ഒരു ശബ്ദം ഉണ്ട് ഞങ്ങൾ ഔത്തുൽ കേൾക്കട ക്രമമേ ഇല്ല. വെള്ളിയാസനുണ്ട് പെണ്ണിങ് ഔത്തുൽ പരിശുദ്ധമാക്കവിടെ സൂറത്തുൽ കഹ്ഫ് ഓതുര ക്രമമില്ല. വെള്ളിയാസനുണ്ട് മോന്തിക കനിഷ്ഠപക്ഷി യാസീൻ ഓതുര മരിച്ചുപോയ ഉമ്മക അജ്ജിക അജ്ജക ബാപ്പക ഇളങ്ങക മൂത്തങ്ങക ഒന്ന് ഓതിര് ദ്വാരക്കര ക്രമമില്ല. അല്ലാ പെഞ്ഞയും ആപ്പിളുടെ സംരക്ഷണവും പെഞ്ഞയും ആപ്പിളുടെ അഭിവൃദ്ധിക്ക് വേണ്ട ദ്വാരക്കട ക്രമമില്ല. ആപ്പിളെ പെഞ്ഞയ്ക്ക് ദ്വാരക്കട ക്രമമില്ല. ഉമ്മ മക്കൾക്ക് വേണമായിട്ട് ഉമ്മക്ക് ബാപ്പക്ക് ദ്വാരക്കട ക്രമമില്ല. ഇങ്ങനത്തെ ഞങ്ങളെ അകച്ചില ശ്മശാന പോലെ ആയിട്ട് പടച്ചവന് കേവല പിക്ചർ ടോക്കീസ് പോലെ മഗ്രിബിടെ ഇശാത്തോളം ഇശായിൽ പിന്നെ 1 ഗണ്ട 2 ഗണ്ട ജാബത്തോള്. അല്ലാ ഞങ്ങളെ മക്ക ഉണ്ട് പടച്ചവന് യൂട്യൂബിടെ പിറകള്, ഫേസ്ബുക്കിടെ പിറകള്, ചാറ്റിങ്ങും മീറ്റിങ്ങും ഗലാട്ടിയും ഗുളുമാളും ആയിട്ടിക്കട് പ്രശ്നവും ഉത്തരവും അതിൽ സ്പർദ്ധയായിട്ട് കിടേണ്ട ഉത്തരവുൽഗത്തിൽ നടക്കട്. അല്ലാ ഇവിടെ നിനപ്പാക്കട ആളില്ല. അല്ലാ വെള്ളിയാസലുണ്ട് അവസ്ഥ നോക്കിയുള്ളവർ ഞങ്ങളെ ബാലക്കാരത് പടച്ചവന് 10ാം ക്ലാസ്സിൽ സർട്ടിഫിക്കറ്റ് എടുത്ത ചെറുക്കവണോ ബാങ്കായിട്ടും നിക്കാമത്ത് കൊടുത്തിൽ പിന്നായിട്ട് പള്ളിക്ക് പണ്ട് നൂലിടത് നിസ്കാരം കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട ഖതീബ് ഉസ്താദ് ഒരു ഫാത്തിഹ ഓതി പള്ളിയുടെ പരിസരത്തിൽ നിന്നിട്ട് ഞങ്ങളെ കുടുംബത്തിൽ നിന്നിട്ട് ഞങ്ങളെ ഔത്രഉൽഗത്തിൽ നിന്നിട്ട് മരിച്ചിട്ട് പോയിട്ടുണ്ട്. 6 അടി മണ്ണിൽ ചിമ്മല കിടന്നിട്ട് സ്വന്തം പാപ്പക്ക് ഒന്ന് ഉസ്താദ് ദ്വാരക്കുമ്പത്ത് ആമീൻ ചൊല്ലകണു പള്ളിയിലില്ല. അല്ലാ പെരുന്നാളിടണ്ടും സമയത്ത് ഞങ്ങളെ പള്ളിയുടെ പരിസരത്തേക്ക് പോയിട്ട് മരിച്ചുപോയ ഉമ്മടയും ബാപ്പടയും ഖബറുടെ മീസാനുടെ പല ഭാഗത്തിൽ നിന്നിട്ട് ഒരു ഫാത്തിഹ ഓതിയിട്ട് നീ സന്തോളപ്പെട്ട സന്ദർഭത്തില് പുതിയ ഡ്രസ്സല്ല സന്തോളപ്പെട്ട സന്ദർഭത്തില് ആ ചിമ്മളെന്ന ഉമ്മഗത ചിമ്മള് കിടന്നോണ്ടുള്ള ബാപ്പ ഗത ഒരു ഫാത്തിഹ ഓതിട്ട് നാദാ
എന്റെ പവിത്രമായ പെരുന്നാളുടെ സന്തോള ആചരണാക്കുന്ന തൗഫീക്കും ആയുസും നീനക്ക് തന്ന തമ്പുരാനെ. പടച്ച റബ്ബേ, നിന്റെ ബാപ്പ ഖബറിലുണ്ട് അല്ലാ, നിന്റെ ഉമ്മ ഖബറിൽ കിടന്നിട്ടുണ്ട് നാദാ. ഒരു നാളിതുപോലെ ഔത്തുള്ള സന്തോളപ്പെട്ടെങ്ങ, പെരുന്നാളുടെ ഗമ്മത്തെല്ലാം അനുഭവിച്ചെങ്ങ, ഇണ്ടി എന്തും ഇല്ലാണ്ട് ഖബറിൽ കിടന്നിട്ടുള്ള റബ്ബേ, അങ്ക് മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കൂ അല്ലാ. സ്വർഗത്തെ സന്തോളത്തങ്ങളെ ഖബറുകി എത്ത് പാടി കൊടുക്കുനാദാ. ഒന്ന് ദ്വാരക്കട മക്ക ഉണ്ട് എത്ര ഉള്ളൊരു മുസ്ലിമേ. ഞങ്ങള് പാലക്കാട് ബല്യാസുണ്ട്, അരഗണ്ട മുന്നോള് ഖുതുബ തുടങ്ങടെ കാണാ ബാങ്ക അവിടെ കാണാ മുന്നോള് പോയിട്ട് ഒരു യാസീനോദിരാ മരിച്ചെങ്ക് ദ്വാരക്കട മക്ക ഞങ്ങളെ കൂട്ടത്തിൽ ഉണ്ട് എത്ര ആളുള്ളറ്. എല്ലാം പോയിട്ട് മനുഷ്യരെ, എല്ലാം നല്ലതെല്ലാം ഞങ്ങളെ ഒത്തിരി പിത്തിലുണ്ട്, ഞങ്ങളെ ഒത്തിരിയും റായത്തെയും ജമാഅത്തെയും ഇലിഞ്ഞു പോയിട്ടായട്. ബാക്കിയുള്ളത് ശൈത്താനും പിശാചും അതൊക്കെ പൂരകമായ മാരക രോഗ ചരമാ. അതേപോലെ തസ്ബീഹയുടെ മാല ഒന്നര പിറകൾ എന്നിട്ട് ഇന്നൊന്ന് പിറക് വന്നതുപോലെ ഒന്നര പിറകൾ മുസീബത്തും ആഫത്തും അല്ലാണ്ട് ഞങ്ങൾക്ക് പണ്ട ക്രമയില്ല. അതിരക്കാണ് അറിയതാ പണ്ടൊരു കാല എന്ത് മുസ്ലിമേ, ഉണ്ണകു ചോറില്ലാത്ത കാള, ദൈക്കൊക്കെ സമത്തെ അകയില്ലാത്ത കാള, മഴ വന്നെങ്കിൽ പിടിക്കുക കൂടെയില്ലാത്ത കാള, കാളുകൊരു ചെറുപ്പെടുക്കില്ലാത്ത കാള, ഒരു സദ്ഗുരു ഡ്രസ്സ് മാത്രം എടുത്തോണ്ടിന്നൊരു കാള, കഞ്ഞിലെ സമയത്തെ തേടി പിടിച്ചെങ്കും നാള് കഞ്ഞി സമയത്ത് അതിൽ കിട്ടാത്ത കാള, തെളി മാത്രം കുടിച്ചൊരു ജീവനം നടന്നുകൊണ്ടിരുന്ന കാള. നിന്റെ റായത്തിൽ ഇണ്ട് ഹയ്യാത്തുള്ള 70-75 വർഷ വയസ്സായിട്ട് ആളുമാറുള്ളവരുണ്ട്. കേട്ടു നോക്കൂ, അങ്ങനെ ചെറുപ്പകാലത്ത് 5-6-7 വർഷ വയസ്സാ അവിടെ സന്ദർഭത്തില് എത്ര നെയ്ച്ചോറുണ്ട് ചെന്നിട്ട് അണ്ട് ബിരിയാണി കണ്ടുപിടിച്ചിട്ടില്ല, കോഴിയുടെ ഫ്രൈ ഉണ്ട് കണ്ടുപിടിച്ചിട്ടില്ല, ഐസ്ക്രീം കണ്ടുപിടിക്കാത്ത കാല. ഇന്നത്തെ പുതിയ രൂപത്തിലെ ഫുഡ് ഐറ്റംസ് ഒന്നും കണ്ടുപിടിക്കാത്ത, കഞ്ഞും ചോറും തെളിയും അല്ലാണ്ട് പിന്നൊന്നും ഇല്ലാത്ത പണ്ടത്തെ കാല. അതും ഇല്ലാണ്ട് ബേങ്ങിടി തിന്നോണ്ടിന്നൊരു കാല. പടച്ചവനെ, ഇന്ന ഗുഡിലും ഇന്ന തോട്ടത്തിൽ ഇന്ന കണ്ടയും ഇലയും ചൊപ്പും പള്ളിയും കൊമ്പന്നിട്ട് ഊത്തിൽ ചട്നിയാക്കിയിട്ട് കറിയാക്കിയിട്ട് ജീവനങ്ങനെ നടത്തിക്കൊണ്ടിരുന്ന കാള. മനുഷ്യ അണ്ട് മനുഷ്യക ഇസ്സത്തിന്ത, അണ്ട് മനുഷ്യക ഇസ്സത്തിന്ത, അണ്ട് മനുഷ്യക അഭിമാന എന്ത, അണ്ട് അല്ലാഹുടെ പേടിയെന്ത. മനുഷ്യ ഇണ്ട് നോക്കൂ, അല്ലാഹു യന്ത്രത്തിൽ നിക്ക് കൊറടിയാക്കിറടാ, അല്ലാഹു നിക്ക് യന്ത്രത്തിൽ കൊറടിയാക്കി ചെല്ലനേണ്. നിന്റെ ഡ്രസ് ഒന്ന് നോക്ക്, ഔത്തുൽ നിന്റെ ഡ്രസ് എത്ര ഉണ്ട് ചെന്നിട്ട് ഔത്തുല് പോയിട്ട് എണ്ണാണ്ട് നിക്ക്. നിന്റെ ഈ സന്ദർഭത്തിൽ കേട്ടെങ്കിൽ നിക്ക് എത്ര ജോഡി ചെരുപ്പുണ്ടോണ്ട് കേട്ടെങ്കിൽ ചൊല്ലുകു തീരുവാനിക്ക്, നിക്ക് എത്ര ജോഡി ഡ്രസ് ഉണ്ടോണ്ട് കേട്ടെങ്കിൽ ചൊല്ലുകു തീരുവാനിക്ക്. ബാലക്കാരാ, നിക്ക് എത്ര പാന്റ് ഉണ്ടുള്ള, നിക്ക് എത്ര ഷർട്ട് ഉണ്ടുള്ള ഒന്ന് എണ്ണാണ്ട് ചൊല്ലുകു തീരുവാനിക്ക്. ഔത്തുൽ എണ്ണെങ്കും തീരുവാ നിന്റെ ഡ്രസ്. പെണ്ണ്, നിന്റെ ചുരിദാർ എത്ര ഉണ്ടു, നിക്ക് സാരി എത്ര ഉണ്ടു, നിക്ക് നൈറ്റി എത്ര ഉണ്ട് ചെന്നിട്ട് എണ്ണാണ്ട് നിന്റെ കൊണ്ട് ചൊല്ലുക സാധ്യമുണ്ട്. അത്രയും അള്ളാഹു തന്നറ യന്ത്രത്തിൽ കുറോടില് ഇണ്ട് ഒരു അരഗണ്ട പൈക്കണ ആരെങ്കും ഉള്ളറ. നോമ്പുളെങ്കും ഇണ്ട് ഞങ്ങക്ക് പൈക്രമോണ്, നോമ്പുളെങ്കും ഇണ്ട് ഞങ്ങക്ക് പൈക്കറ ക്രമമുണ്ട്. ഇണ്ട് പൈക്കറ ചെന്നെങ്കിൽ എന്തിനുണ്ട് ഞങ്ങളെ മക്കൾക്ക് ഗുന്തേയില്ല. പൈക്കിടത്ര ബലയും നിലയും അങ്ങ് തെരിയല. ദൈക്കൊക അകമല്ലോ പണ്ടത്തെ പോലത്തെ ജോപ്പടി പട്ടി ഇല്ലടാ. മുളിയും സാഗയും ഇട്ട് അത് സമയത്ത് എടുക്കു ഗതിയില്ലാത്ത ആൾമാർ അണ്ടിന്നര്. പടച്ചവനെ, ജാവുടെ ടൈമുള്ളതാ ചോറ് മറ വന്നെങ്ക പണ്ട് ബിരിയാണി ചെല്ലോ ബസ്തി എന്ത്, അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കാ, അല്ലെങ്കിൽ ഏതെങ്കിലും ചൊമ്പുടതാ, അല്ലെങ്കിൽ ബാളിടതാ, എന്തെങ്കിലും തണ്ട് ഇല കയ്യിൽ പിടിച്ചിട്ടായിട്ട് സ്വഭയത്തോളം തെച്ചിട്ടായിട്ട് ടൈം പാസ് ആക്കണത്. എന്തേ കിടക്കുക ഔത്തുൽ നുറോടി തണ്ണി നിറഞ്ഞോണ്ടിന്ന കാള. അത്രയും ദാരിദ്ര്യം പിടിച്ചോണ്ടിന്ന ഒരു കാള എന്ത് മുസ്ലിമേ ഉണ്ട്. അല്ലാഹു നിക്ക് എത്ര ചന്തത്തെ അക തന്നളാ, എത്ര ജോഡി ഡ്രസ് തന്നളാ, എന്തെല്ലാം സൗകര്യ തന്നളാ. നീനും നിന്റെ പെഞ്ഞയും മക്കും കിടക്കിട ജാഗ ഒന്ന് നോക്കുന്നേണ്, അങ്ങനെ ബെഡ്റൂം ഒന്ന് നോക്കുന്നേണ്. നീനും നിന്റെ പെഞ്ഞയുമൊക്കെ തിന്നട ആഹാര എങ്ങത്തത് ഒന്ന് നോക്കുന്നേണ്. മനുഷ്യ, ഇത്രയും അല്ലാഹു താല നിക്ക് തന്നിട്ടാ അൽഹംദുലില്ലാ ചന്ദ്ര നിന്റെ ബായിൽ ബണ്ടില്ലടാ. അൽഹംദുലില്ലാ ചന്ദ്ര നിന്റെ ബായിൽ ബണ്ട ക്രമയില്ല മോളെ. നിന്റെ ഒന്ന് കേട്ടു നോക്കി എങ്ങനെ ഉണ്ട് ഹാജിയാറെ. ബാണ്യ കച്ചവടം എന്തും പ്രയോജനമില്ല ഉസ്താദേ. തങ്ങ വന്നിട്ടുണ്ട്. മാഷാഅല്ലാഹ് ബിബർക്കത്തി ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലില്ലാഹിൽ ഹംദ്. ബഹുമാനപ്പെട്ട സയ്യിദ് അക്രം അലി തങ്ങ വേദിക്കുക വന്നിട്ട് അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ.